ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്രോതസ്സുകളുണ്ട്. നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി ഉപയോഗിക്കണം. എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോകുന്നു. ജീവിതത്തിൽ വിജയിക്കാനും ലക്ഷ്യം നേടാനും എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ കുട്ടി കഥയായാലോ? ഒരു അച്ഛനും ഒരു കുട്ടിയും കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ല കുട്ടിയുടെ കണ്ണിൽ കണ്ടു. അവൻ അത് ഒടിക്കണമെന്ന് തോന്നി. കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ആ മരക്കൊമ്പ് പൊടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, അതിനെന്താ മോനെ, നീ ഒടിച്ചോളൂ, നിന്നെ കൊണ്ട് സാധിക്കും. ഇത് കേട്ടപ്പോൾ അവന് സന്തോഷം തോന്നി. അവനേക്കാൾ ഉയരത്തിലാണ് മരക്കൊമ്പ്. കുട്ടി മരക്കൊമ്പ് പിടിക്കാനായി ചാടി. എന്നാൽ അവൻ പരാജയപ്പെട്ടു. അവൻ വീണ്ടും ശ്രമിച്ചു, പരാജയപ്പെട്ടു. കുട്ടിയാകെ നിരാശനായി. ഇത് കണ്ട അച്ഛൻ പറഞ്ഞു, നിന്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിക്കൂ മകനെ. ഇത് കേട്ടതോടെ മകന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ വീണ്ടും വീണ്ടും ചാടി. ഒടുവിൽ കുട്ടി കൊമ്പിൽ പിടിച്ചു. എന്നാൽ ആ കൊമ്പൊടിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ചില്ല ഒടിക്കാൻ സാധിക്കുന്നില്ല. അച്ഛൻ വീണ്ടും അവനോട് പറഞ്ഞു, നിന്റെ സർവശക്തിയും ഉപയോഗിച്ചാൽ സാധിക്കും. കുട്ടി വീണ്ടും ഒടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. അവൻ അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, ഇത് ഒടിക്കാൻ എനിക്കാവില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല. അച്ഛൻ അവന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സർവശക്തിയും ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തിയല്ലേ. നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. നമ്മൾ ഒരുമിച്ചത് ഒടിക്കുമായിരുന്നു. പക്ഷെ നീ എന്നോട് ആവശ്യപ്പെട്ടില്ല. പലപ്പോഴും ഇതുപോലുള്ള നമുക്ക് ചുറ്റുമുള്ള സഹായ ഹസ്തങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകും. എനിക്കത് ചെയ്യാൻ കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് പലർക്കും താല്പര്യം. എന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ സഹായ ഹസ്തങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അങ്ങനെ ചുറ്റിലും ആളുകൾ ഉള്ളത് നമ്മുടെ കരുത്താണ് എന്ന് തിരിച്ചറിയണം. ആ സ്രോതസ്സുകളെയും ഫലപ്രദമായി ഉപയോഗിച്ച് വിജയത്തിലെത്തുന്നതിലാണ് മിടുക്ക്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാലും പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നതും പതിവാണ്. ജീവിതത്തിൽ വിജയിച്ച നിരവധി പേർ പിന്തുടരുന്ന ഒരു ശീലമുണ്ട്. അതിന് പറയുന്ന പേരാണ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അഥവാ നന്ദിയുടെ മനോഭാവം. എത്ര വലിയ വിജയം നേടിയാലും സന്തോഷം കണ്ടെത്താൻ ഈ ശീലം അനിവാര്യമാണ്. ആ വിജയത്തിനു പിന്നിൽ മുൻഘടകങ്ങൾ ഉണ്ടെന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിലാദ്യത്തേത് നമ്മൾ തന്നെയാണ്. ഒരുപക്ഷെ വളരെ കഠിനമായ ശ്രമങ്ങളായിരിക്കും നമ്മുടെ വിജയത്തിന് പിന്നിൽ. അത് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം നന്ദിയുള്ളവരായിരിക്കണം. പ്രയത്നിക്കാൻ, ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ, ചിന്തിക്കാൻ തയ്യാറായ നമ്മോട് തന്നെയായിരിക്കണം ആദ്യം നന്ദി പറയേണ്ടത്. നമ്മൾ മാത്രമല്ല നമ്മുടെ വിജയത്തിന് കാരണം. നമ്മുടെ മാതാപിതാക്കൾ, അധ്യാപകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെ പലരും ഈ വിജയത്തിന്റെ ഭാഗമായിരിക്കും. നമ്മളെ വിജയത്തിലേക്ക് നയിച്ച വ്യക്തികളെ ഓർക്കാനും സംസാരിക്കാനും നന്ദി പറയാനും അവസരം കണ്ടെത്തുക. അത് നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകും. മറ്റുള്ളവരോട് സംസാരിക്കാൻ സഹായിക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് മൂന്നാമത്തെ ഘടകം. അതിന് നന്ദി പറയുക. വിജയങ്ങളെല്ലാം സന്തോഷം പകരില്ല. അതിന് നല്ല മനോഭാവം പിന്തുടരുക. ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകളിൽ എത്താനും വിജയം നേടാനും നല്ല മനോഭാവം നല്ലതാണ്.